കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ കിട്ടുന്ന വ്യക്തത മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ കിട്ടില്ലല്ലോ. അച്ഛനിപ്പോ എന്താ പറയാനുള്ളത്? അയ്യോ, അങ്ങനെ വിളിച്ചെന്നെ കളിയാക്കല്ലേ. എന്നെ അച്ഛാന്ന് വിളിക്കാനും അംഗീകരിക്കാനും കളക്ടറെ അന്തസ്സും ആഭിജാത്യവും സമ്മതിക്കുമോ? അച്ഛൻ എന്നെ മനഃപൂർവ്വം പരിഹസിക്കാനായിട്ട് വന്നിരിക്കുകയാണോ? സ്വന്തം അച്ഛനെ കണ്ട് മുഖം വെട്ടിച്ചു പോകുന്ന മകളോട് പിന്നെ എങ്ങനെയാ പെരുമാറേണ്ടത്? ഇപ്പൊ കാണിക്കുന്ന ഈ മര്യാദ തന്നെ ധാരാളാ. അച്ഛൻ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. പറഞ്ഞാ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങൾ തീർക്കാനായി വന്നതല്ല ഞാൻ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ വന്നതാ. ഇതാ, നീ ഹോസ്പിറ്റലിൽ എന്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടി കെട്ടിയ പണം. ഈ പണം എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയല്ല ഞാൻ അടച്ചത്. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്റെ ചേച്ചിയും കുഞ്ഞുമാ. അവരുടെ കാര്യത്തില് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം അച്ഛന് കൊടുക്കാത്ത ആദരവും പരിഗണനയും അച്ഛന്റെ മക്കൾക്ക് കൊടുക്കണമെന്നില്ല. പിന്നെ എന്റെ മക്കളുടെ കാര്യം നോക്കാൻ ഞാനിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കിപ്പോ തൽക്കാലം ആരുടെയും ഓശാരം വേണ്ട. എന്റെ മക്കളുടെ കാര്യോ? അപ്പൊ പിന്നെ ഞാൻ ആരാ അച്ഛാ? ഈ ചോദ്യം ചോദിക്കേണ്ടതേ എന്നോടല്ല, നീ നിന്നോട് തന്നെയാ. അന്ന് കളക്ടറിൽ ഞാൻ നിന്നെ കാണാൻ വന്ന ദിവസം നീ ഓർക്കുന്നില്ലേ? ഒരച്ഛന്റെ അധികാരത്തോടെയും അവകാശത്തോടെയും ഞാൻ അവിടേക്ക് കടന്നു വന്നപ്പോ ഒരു വഴിപോക്കനോട് കാണിക്കേണ്ട മര്യാദ പോലും നീ എന്നോട് കാണിച്ചില്ല. അപമാന ഭാരത്താൽ തലയും കുമ്പിട്ടാണ് ഞാനെന്നാ കളക്ടറിന്റെ പടി ഇറങ്ങിയത്. അവിടെ തീർന്നു നിന്നോടുള്ള ഇഷ്ടവും സ്നേഹമല്ല. ഒരച്ഛന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്വീകരണമായിരുന്നല്ലോ അന്ന് നീ അവിടെ വെച്ച് എനിക്ക് തന്നത്. അത് അന്നത്തെ എന്റെ മാനസികാവസ്ഥയില്. നിന്റെ മാനസികാവസ്ഥ വെച്ച് ജീവിക്കാൻ ഗോപാലകൃഷ്ണൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാ നീ അടച്ച മുഴുവൻ തുകയും ദാ നിന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ വാങ്ങിക്ക്. ദാ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എന്റെ മോൾ ഓർത്താൻ നല്ലതാ. ഭിത്തിയിൽ പറ്റിച്ചേർന്നിരിക്കുന്ന പല്ലിക്കൊരു വിചാരമുണ്ട്. ആ ഭിത്തി താങ്ങി പിടിച്ചിരിക്കുന്നത് പല്ലിയുടെ കഴിവുകൊണ്ടാണെന്ന്.